ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ അടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ക്ലർക്ക് ഉൾപ്പെടെ 200 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ ജൂനിയർ ക്ലർക്ക്, അതേപോലെ തന്നെ ക്യാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റീവ് എന്നീ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മൊത്തം 200 ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു ജോലിക്ക് മാർച്ച് 25 മുതൽ ഏപ്രിൽ 30 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വിശദമായ വിവരം നമ്മളിപ്പോൾ നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, അതേപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷാ ഫീസ് ഇതൊക്കെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ജോബ് പ്രൊവൈഡ് ആക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ്. ജോലിയുടെ സ്വഭാവം എന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ജോബ് വരുന്നത്. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള തസ്തികയുടെ പേരെന്നത് ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ്, ഡയറക്റ്റ് എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ടോട്ടൽ ഒഴിവുകളുടെ എണ്ണം 200 ആണ്. ജോലി സ്ഥലം എന്നത് ഓൾ ഓവർ കേരളത്താണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഈ ജോലിയുടെ സ്റ്റാർട്ടിംഗ് ശമ്പളം എന്നത് 17,360 ആണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി മാർച്ച് 25-ഉം അപേക്ഷ അവസാനിക്കുന്ന തീയതി ഏപ്രിൽ 30-ഉമാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സും ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താഴെ കാറ്റഗറി നമ്പർ, അതേപോലെ തന്നെ തസ്തികയുടെ പേര്, എത്ര ഒഴിവുകളുണ്ട് എന്നതും, പിന്നെ അതേപോലെ തന്നെ ഏത് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളതും എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി നമ്പർ 6/2025 അത് ആ ഒരു തസ്തികയുടെ പേര് സെക്രട്ടറി ആണ്. അതിൽ നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകൾ 1 അത് മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത്തെ കാറ്റഗറി നമ്പർ 7/2025 അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അതിലേക്ക് നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകൾ 4 എറണാകുളം ജില്ലയിൽ 1, പാലക്കാട് 1, കൊല്ലം 1, കണ്ണൂർ 1, കാസർഗോഡ് 1. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ 8/2024 ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ, അതിലേക്ക് നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി 160 കുറേ അധികം വേക്കൻസീസ് ഉണ്ട് ഇതിൽ. തിരുവനന്തപുരം 12, കൊല്ലം 10, പത്തനംതിട്ട 2, ആലപ്പുഴ 2, കോട്ടയം 5, ഇടുക്കി 4, എറണാകുളം 9, തൃശ്ശൂർ 15, പാലക്കാട് 27, മലപ്പുറം 19, കോഴിക്കോട് 29, വയനാട് 2, കാസർഗോഡ് കണ്ണൂർ 16, കാസർഗോഡ് 8. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ എന്നത് 9/2025 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി 2, പാലക്കാട് 1, മലപ്പുറം 1. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 10/2025 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. 7 വേക്കൻസീസ് ഉണ്ട്. തിരുവനന്തപുരം 2, മലപ്പുറം 2, പാലക്കാട് 2, കോഴിക്കോട് 1. ഇത്രയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ജില്ലാടിസ്ഥാനത്തിലും ഇവിടെ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ ആ സെയിം ജില്ലയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ജോബിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്നത് ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊരു ജോബിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്നത് 18 വയസ്സ് ടു 40 വയസ്സ് വരെ ഉള്ളവർക്കാണ്. അതേപോലെ തന്നെ ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷത്തേക്കും വികലാംഗർക്ക് 10 വർഷത്തെയും വിധവകൾക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ് ഏജിൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്.
ഇവിടെ കാറ്റഗറി നമ്പറും അതേപോലെ തന്നെ തസ്തികയുടെ പേരും യോഗ്യതയും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 6/2025 സെക്രട്ടറിയിലേക്കുള്ള യോഗ്യത എന്നത് PhD ആൻഡ് BML ബിരുദവും അക്കൗണ്ടൻ്റായിട്ട് 7 വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും അഥവാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോപ്പറേറ്റീവ് ആൻഡ് ബാങ്കിങ് അക്കൗണ്ടൻസിയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc അക്കൗണ്ടൻസി 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും, അഥവാ 4ാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ബികോം കോർപ്പറേഷനാണ്. സഹകരണ ബാങ്കിൽ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള തസ്തികയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസും. ഇത്രയാണ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്കുള്ള എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്കാണ്. എല്ലാ വിഷയങ്ങളിലും 50% മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാലയിൽ ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും, കേരള സംസ്ഥാന സഹകരണ യൂണിവേഴ്സിറ്റി HDC അല്ലെങ്കിൽ HDE ആൻഡ് CBM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണ ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സഹകരണ ശാല അംഗീകരിച്ചതും സഹകരണ ഐച്ഛികവുമായിട്ടുള്ള എല്ലാ വിഷയത്തിലും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത ബികോം ബിരുദവും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 3ാമത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർക്കുള്ള യോഗ്യത എന്നത് BSc LC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും അടിസ്ഥാന യോഗ്യതയായിരിക്കും. പിന്നെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സിൽ GDC കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ തത്തുല്യ അടിസ്ഥാന യോഗ്യത ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ അതിനോടൊപ്പം സഹകരണ ഐച്ഛിക വിഷയമായി എടുത്ത ബികോം അല്ലെങ്കിൽ ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും നേടിയിരിക്കണം. ഇതുമല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി, MCA അല്ലെങ്കിൽ MSc, 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റീവ് വേക്കൻസിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റീവ് തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഇതിന് ആവശ്യമാണ്. ഓക്കെ, ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അൺറിസർവ്ഡ് ആൻഡ് OBC കാറ്റഗറിക്ക് 150 രൂപയും SC/ST കാറ്റഗറിക്ക് 50 രൂപയുമാണ് ഫീസ് വരുന്നത്. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റായ www.cscbkerala.organization എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണും. അത് സെലക്ട് ചെയ്യുക. ഏത് തസ്തികയിലേക്കാണ് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ യോഗ്യതയൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുണ്ടാകും. അതൊക്കെ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ജോബിന് ക്വാളിഫൈ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. നിങ്ങൾ ഇമെയിൽ ID യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. ഇതൊക്കെ കറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം അടച്ച ആപ്ലിക്കേഷൻ ഫീസൊന്നും തിരിച്ച് കിട്ടുന്നതല്ല. PSC എക്സാം ഇല്ലാതെ ഗവൺമെൻറ് ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു
വേക്കൻസീസ് വളരെ ഉപകാരപ്പെടുന്ന ഒരു വേക്കൻസിയാണ്. ഒരുപാട് പേർക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ജോലി പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനും പറയണേ. താങ്ക് യു.